ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പൊ ഞാനിത് അവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിന്നിട്ടാട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സാധാരണ എവിടെയെങ്കിലും ഇരുന്നിട്ടോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എടുക്കാറുള്ളൂ. നിന്നിട്ട് എടുക്കാൻ വിചാരിച്ചു. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ടൈം കിട്ടിയത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് എൻ്റെ കല്യാണ സാരി ഒന്ന് കാണിക്കണമെന്ന്. ഇപ്പം 9 വർഷം ആവാറായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴാണ് അത് കാണിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയത്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ കുറേ ഈ ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒന്ന് സംസാരിച്ചാൽ കുറേ വലിച്ചു നീട്ടി കൊണ്ടുപോകും. അതിനാണ് നല്ല വേഗം നമുക്ക് ഞാൻ എൻ്റെ സാരിയും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം കാണിച്ചു തരാം കേട്ടോ. ഞാനുണ്ടല്ലോ ഈ ഒരു ഇതിലാണ് എൻ്റെ സാരി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, സാരിയും ഏട്ടൻ്റെ അന്ന് കല്യാണത്തിനിട്ട ഷർട്ടും മുണ്ടും പിന്നെ എൻ്റെ കല്യാണ തലേന്നത്തെ ഡ്രസ്സും ഒക്കെ ഇതിൻ്റെ അകത്താണ് സെറ്റാക്കി വെച്ചത്. ഇതിൻ്റെ സിബൊക്കെ പോയിട്ടോ, കാരണം 9 വർഷമായല്ലോ. സാധാരണ ഞാൻ എന്താ പറയുക, എല്ലാ മാസമല്ല, 2 മാസം കൂടുമ്പോൾ വെയിലത്ത് എടുത്തിടാറുണ്ട് സാരി. ഇപ്പം കുറച്ചായി ഞാൻ ഇത് പുറത്തേക്ക് എടുത്തിട്ട്. അപ്പം ഞാൻ എന്തായാലും പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം നമുക്കിത് തുറന്നു നോക്കിയാലോ. ഇനിയുണ്ടല്ലോ ഗൈസ്, ഈ ഒരു സാരി ഞാൻ വാങ്ങിയത് വേറെ എവിടുന്നല്ല, നമ്മുടെ ജയറാണി സിൽക്സ് എന്നാട്ടോ. ജയറാണി എന്നാണ് വാങ്ങിയത്. ജയറാണി നമ്മൾ ബാലുശ്ശേരി ജയറാണി ഇപ്പം ഇല്ല, 9 വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിയതാട്ടോ. ഈ ഒരു ബാഗ് അവിടെ നിന്ന് നമുക്ക് സാരി വാങ്ങിയപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. പക്ഷെ ഇത് ഞാൻ പഴയ വീട്ടിലായപ്പോൾ അലമാരേൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എങ്ങനെയോ ഉള്ളിൽ എലി കടന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം കീറി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഡ്രസ്സിനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ചെറിയൊരു ഭാഗം അങ്ങനെ 1-2 കീറുകളൊക്കെ വന്നിട്ട് ഞാൻ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു, കാരണം ഇത് കീറിപ്പോയോ എന്ന്. പക്ഷെ നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ബാഗ് മാറ്റിയിട്ട് വേറെ പുതിയൊരു ബാഗിലേക്ക് ഇടണമെന്ന് വിചാരിക്കുന്നത്, ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്കത് വന്നിട്ട് ഇത് അതിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഇപ്പം ഇത് ഞാൻ കാണിച്ചേ, ഓർഡർ വെക്കാം. നമുക്ക് തുറന്നു നോക്കാം അല്ലേ. ഇവിടെ ഇരിക്കും, കുറച്ചായത് തുറന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ കുറേ സാധനങ്ങൾ കേട്ടോ. കല്യാണ തലേന്നത്തെ, കല്യാണത്തിന്റെ അന്നത്തെ ഡ്രസ്സ്, പിന്നെ വിരുന്നിനല്ല നമ്മൾ ചായ കുടിക്ക് വേണ്ടി പോകുമല്ലോ, സൽക്കാരത്തിന് പോകുമല്ലോ, അന്നത്തെ ഡ്രസ്സൊക്കെ ഇതിനകത്തുണ്ട്. എൻ്റെത് ഏട്ടൻ്റെത് കാണിച്ചിട്ട് ഞാൻ. അപ്പോൾ ഇത് ഏട്ടൻ്റെ കല്യാണം ഉണ്ടാട്ടോ. ജസ്റ്റ് ഒരു ചുളിഞ്ഞൊക്കെ പോയി ഞാൻ വെറുത്തെടുത്തിരുന്നാണ്. സാധാരണ ഒരു സെറ്റ് ഒരു മുണ്ടാണ് ഏട്ടൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാട്ടോ ഇത്, പ്രത്യേകിച്ച് കാണുന്നില്ല. ഓക്കെ. പിന്നെ ഇത് ഏട്ടൻ അന്ന് കല്യാണത്തിനിട്ടുണ്ടായിരുന്ന ഷർട്ടാട്ടോ. ഇത് ഞാൻ മടക്കി വെച്ചതാണ് കേട്ടോ. വെയിലത്തിടാറുണ്ട് കേട്ടോ. അത് അന്ന് സത്യം പറഞ്ഞ ജുബ്ബയൊന്നും ഇല്ല, ഉണ്ടാകും. പക്ഷെ ഞങ്ങളുടെ കണ്ണിൽ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് കോമൺ ആയിട്ടുള്ള ഇതായിരുന്നു ഈ ഒരു കളർ ഷർട്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ വിചാരിക്കാൻ ഈശ്വര, ഇന്നൊക്കെ ആ കല്യാണമെങ്കിൽ അടിപൊളി ആക്കിയിരുന്നു എന്ന്. പക്ഷെ ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഷർട്ടാട്ടോ. അപ്പൊ ഇതാണ് ഒരു പൂപ്പിന്റെ മണ്ണുണ്ട്, കാരണം കുറച്ചായി ഇത് പുറത്തിറക്കിയിട്ട്. അപ്പോൾ ഇതാണ് ഏട്ടനിട്ടുണ്ടായിരുന്ന കല്യാണത്തിനിട്ടുണ്ടായിരുന്ന ഷർട്ട്. അതിന്റെ പിക്ചർ വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ, ഏട്ടനിട്ടിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ ഇതാട്ടോ. ഇത് നമുക്ക് വെയിലത്തിടണം, പക്ഷെ ഇന്ന് വെയിലില്ല. ഓക്കെ. പിന്നെ എൻ്റെ കല്യാണ സാരി കാണുന്നതിന് മുമ്പേ തലേന്ന് ഞാൻ സാരിയാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ എന്താ പറയുക, സാരി ആയിരുന്നു തലേന്നും ഒക്കെ. കോമൺ ആയിട്ട് സാരിയാണ് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അങ്ങോട്ട് ലെഹങ്ക, ഗൗണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്നു, ഇപ്പം കല്യാണം കഴിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ ഡ്രസ്സ് അന്ന് ഇടായിരുന്നു, എന്തൊക്കെ രീതിയിൽ സ്റ്റൈൽ ചെയ്യായിരുന്നു. അന്ന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതന്നെ നമ്മളിങ്ങനെ അതന്നെ നമ്മൾ കണ്ട് അതന്നെ നമ്മൾ ഇട്ടിട്ട് പോകുന്നൊരു ഇതായിരുന്നല്ലോ. ഇന്നൊക്കെ ആണെങ്കിൽ അടിപൊളി, ഞാൻ മിന്നിക്കായിരുന്നു സത്യം പറഞ്ഞാല്. അപ്പൊ ഞാൻ എൻ്റെ തലേന്ന് ഞാൻ ഇട്ടുണ്ടായിരുന്നത് സാരിയാണ്. അന്ന് റെഡ് സാരിയാണല്ലോ ഭയങ്കര ട്രെൻഡിങ് പോയിരുന്നായിരുന്നേ. അപ്പോൾ എൻ്റെ അച്ഛൻ ഇഷ്ടമായിട്ട് വാങ്ങി തന്ന സാരി കേട്ടോ, പട്ടുസാരിയാണ്. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞത് ഞാൻ പിന്നെ അതിനുശേഷം അന്ന് ഇട്ട് വെച്ച് പിന്നെ തൊട്ടിട്ടില്ല.
ഞാനൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷെ ഇത് നമുക്കൊരു സന്തോഷം, ഒരു ഓർമ്മയാണല്ലോ ഇന്നും നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. ഇതാണ് അന്ന് നമ്മൾ ഇട്ടുണ്ടായിരുന്ന എൻ്റെ സാരി, തലേന്നത്തെ സാരി കേട്ടോ. ഞാനിത് ഇത്രയും ഇതിൻ്റെ മുന്താണി ഇങ്ങനെ കേട്ടോ. ഇത്രയും ഭയങ്കര ഓവറായിരുന്നു കേട്ടോ, ഭയങ്കര റെഡ്. ഇതിനെന്താ പറയാ, ചില്ലി റെഡോ അങ്ങനെയൊക്കെ പറയാല്ലേ, ഭയങ്കര ഒരു റെഡാട്ടോ. അതിനുശേഷം ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇത്. പക്ഷെ ഇത് ഞാൻ നല്ലപോലെ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. നമുക്ക് എന്നും ഓർമ്മയല്ലേ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ തലേന്നത്തെ സാരി. ഓക്കെ, ഇതിൽ കുറേ ഡീറ്റെയിൽ ഇങ്ങനെ സ്റ്റോണിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട്, വെള്ള സ്റ്റോണിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫുൾ ഇങ്ങനത്തെ ഒരു മാംഗോ ഡിസൈൻ അങ്ങനെയാണെന്ന് തോന്നുന്നത്. അതാണ് സംഭവം അതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ ബ്ലൗസാട്ടോ ഇത്. അന്ന് കോമൺ ആയിട്ട് ഇത്ര പോകുന്ന കൈ ആണല്ലോ, ഇപ്പോഴല്ലേ ഇങ്ങനത്തെ കൈ അങ്ങനത്തെ ഉണ്ടാവും. പക്ഷെ അന്ന് ഞാൻ കണ്ടുവന്നത് ഇത്ര പോകുന്ന കൈയാണ്. അപ്പം ഞാനും അങ്ങനെ തന്നെ ചെയ്തു, എല്ലാവരും കാണുന്നതിനെ കൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു. ഇപ്പം ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായതിനെ കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബ്ലൗസൊക്കെ അടുപ്പിക്കുകയോ ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. അന്ന് ആ ഒരു വിവരം ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പം ഇതാണ് ചെറിയൊരു കൈ, അതിൽ ചെറിയൊരു ഡീറ്റെയിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചല്ല കേട്ടോ, ഓൾറെഡി ഈ ബ്ലൗസിൻ്റെ ആ തുണിയിൽ വരുന്ന വർക്കാണ്. അതാണ് ഈ ഒരു വെള്ള സ്റ്റോൺ ഇങ്ങനെ വെച്ചിട്ട് ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ഒരു ചെണ്ട് കണ്ടോ, ചെണ്ട് റെഡ് ചെണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് കല്യാണ തലേന്നത്തെ സാരിയും ബ്ലൗസും. അടുത്തത് എൻ്റെ കല്യാണ സാരി കാണിച്ചു തരാം കേട്ടോ. കല്യാണ സാരി നമുക്ക് തുറക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ കല്യാണ സാരി. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയ കളറും സാരിയും കേട്ടോ അത്. ആ ടൈമിൽ ട്രെൻഡിങ് ആണ്. ഇപ്പോഴും ഈ ഒരു ഗോൾഡൻ കളറിന് ട്രെൻഡ് പോയിട്ടില്ല കേട്ടോ. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറാണ് ഈ ഗോൾഡൻ. എപ്പോഴും എവർഗ്രീൻ ആയിട്ട് വരുന്നതാണ്. ഒരു ഇതിലും റെഡായിരുന്നു, പക്ഷെ ഇപ്പോൾ റെഡൊക്കെ ഔട്ടാക്കി വേറെ വേറെ കളേഴ്സ് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഒരു കളറ് ഇപ്പോഴും കോമൺ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് കല്യാണത്തിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കളറാട്ടോ. അതിനെന്തൊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫുള്ളും ഇതിൽ വരുന്നത് ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് വർക്ക് ആട്ടോ, കംപ്ലീറ്റ് മാങ്ങ സംഭവങ്ങളൊക്കെ ആയിട്ട് ഫുൾ. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാരിക്ക്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഉടുത്തപ്പോൾ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് അറ്റത്ത് ഇങ്ങനെ ചെണ്ടുകളാട്ടോ വരുന്നതാ, അങ്ങനത്തെ ചെണ്ടുകൾ വരുന്നുണ്ട്. തുറന്ന് കാണിക്കുമ്പോൾ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വർക്കാട്ടോ വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ വർക്കായിരുന്നു. എനിക്ക് ഭയങ്കര, ഇപ്പോഴും എനിക്കൊരു റിഗ്രറ്റ് തോന്നിയില്ല കേട്ടോ ഈ ഒരു സാരി എടുത്തതിൽ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സാരി. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ കല്യാണ സാരി ഭയങ്കര, എത്ര എങ്ങനത്തെ ട്രെൻഡ് വന്നാലും ഇത് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാട്ടോ, ഇങ്ങനത്തെ വർക്കാണ്, ഫുൾ ഇങ്ങനത്തെ വർക്കാണ് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാരിക്ക് കേട്ടോ. ഇവിടെ ഒരാളുണ്ട് ആണോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സാരി. അപ്പം ഇതിന് റേറ്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് 13,000 ആയിരുന്നു. അന്ന് റേറ്റ് 13 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷെ ഞാൻ ഇപ്പം ആലോചിക്കുന്നുണ്ടായിരുന്നത്, ഇപ്പം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും റേറ്റിനെ എടുക്കില്ലായിരുന്നു. കാരണം കുറച്ച് റേറ്റ് കുറഞ്ഞു. കാരണം നമ്മൾ കല്യാണ സാരിക്കൊന്നും ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ട് ആ ഒറ്റ ദിവസത്തേക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഇന്നായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞൊക്കെ എടുക്കായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് റേറ്റുള്ള സാധനം വാങ്ങിയിട്ട് ഒരു ദിവസത്തേക്ക് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല. അന്ന് പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് വാങ്ങിച്ചു. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന ആൾക്കാരുണ്ട്, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ നമ്മളെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക ഒറ്റ ദിവസത്തേക്ക് ഒരുപാട് റേറ്റിൻ്റെ വാങ്ങേണ്ട ആവശ്യം ഉണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ കല്യാണ സാരി, എൻ്റെ ഫേവറേറ്റ് കല്യാണ സാരി. പിന്നെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് കേട്ടോ, കല്യാണ സാരീൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ്.
ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇപ്പം എനിക്ക് പറ്റൂല കേട്ടോ. ഇതൊക്കെ അന്ന് കുഞ്ഞി കൈകളായിരുന്നു എൻ്റെത്, കുഞ്ഞി ശരീരമായിരുന്നു. ഇപ്പം ആള് മാറിപ്പോയല്ലോ. അപ്പോൾ ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ ബാക്കിൽ ഒരു വർക്കും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അന്നൊന്നും ചെയ്യാനുള്ളൊരിത് അറിയില്ലായിരുന്നു. അത് ആരും പറഞ്ഞു തരാനും എനിക്ക് വലിയ അങ്ങനെ അറിയില്ലായിരുന്നു. എനിക്ക് ആകെ കൂടി ചെയ്തത് ഇതാ ഈ ഒരു ലേസ് വർക്ക്, ബീഡ്സ് ഇങ്ങനെ വരുന്ന ലേസ് വർക്കാട്ടോ ബാക്കിലും പിന്നെ കൈക്കും കൊടുത്തത്. പിന്നെ കുറച്ചൊരു ഹെവി ആവാൻ വേണ്ടിയിട്ട് ബ്ലൗസ് ഭയങ്കര നോർമൽ അതിനെ കൊണ്ട് ഇത്ര ഹെവിയിലൊരു ചെണ്ട് കൊടുത്ത്. അത് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഈ ചെണ്ട് നല്ല ഭംഗിയുണ്ട്. ഇതാണ് കുറച്ച് ഹെവി ആയിട്ട് ബ്ലൗസിൽ കൊടുത്ത കേട്ടോ. അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാരിയായിരുന്നു. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു കളറ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ ബ്ലൗസ്. എനിക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട എന്തായാലും പറയണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ആണ് എൻ്റെ കല്യാണ സാരിയുടെ ബ്ലൗസ്. ഇത് അന്ന് ഉടുത്ത് അന്ന് അവിടെ മടക്കി വെച്ച സാധനം കേട്ടോ. ഇത് നമ്മൾ സൽക്കാരത്തിന് വീട്ടിലേക്ക് പോലെ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഉടുത്തുണ്ടായിരുന്ന സാരിയാണ്. ഭയങ്കര ഹെവിയാണ്, ഭയങ്കര വെയിറ്റുമാണ്, നല്ല കളറാണ്. പക്ഷേ ഇതാട്ടോ ഞാൻ സൽക്കാരത്തിന് ഉടുത്ത സാരി. ഭയങ്കര വെയിറ്റാണിത്. ഇങ്ങനെ ഇവിടെ ബോഡിയിൽ ഇങ്ങനത്തെ വർക്കാണ് വരുന്നത്. പിന്നെ താഴോട്ടേക്ക് ഇതാ കണ്ടോ, ഇങ്ങനത്തെ ഹെവി വർക്ക് വന്നിട്ട് കണ്ടോ. എൻ്റെ സാരിയിലൊക്കത്തിലും ഒരു മാങ്ങയുടെ, ഇത് മാങ്ങ എന്നല്ല അറിയാം, മാങ്ങേൻ്റെ ഡിസൈൻ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു ഡിസൈൻ 3 സാരിയിലും വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ. പക്ഷെ ഇതിൻ്റെയൊക്കെ ട്രെൻഡ് ഇപ്പോൾ ഔട്ടായി. എന്നാലും അന്നൊക്കെ കുറച്ച് നല്ല ട്രെൻഡായിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ്. ഇങ്ങനത്തെ വർക്കുകൾ വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു വർക്കാട്ടോ വരുന്നത് കണ്ടോ. പിന്നെ അല്ല കണ്ടോ, ഈ ഒരു വർക്ക് കംപ്ലീറ്റ് വരുന്നത്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് മുന്താണി ഇതാ ഈ ഒരു വർക്കാട്ടോ വരുന്നത്. ഇതിപ്പോൾ എനിക്ക് ഉടുക്കുന്ന കാര്യം ആലോചിച്ചൊരു അമ്മാതിരി വെയിറ്റാണ് ഇതിനൊക്കെ. ഇങ്ങനത്തെ ഹെവി സ്റ്റോൺ വർക്കും അല്ലാത്ത ഇങ്ങനത്തെ ഓരോ ത്രെഡ് വർക്ക്സും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പിന്നെ എന്നാ ബോഡിയിൽ ഒരു ഭാഗത്ത് വരുന്ന ഇത്രയും വർക്ക്സ് വരുന്നുണ്ട്. ഇതാ ഇത്രയും ബോഡിയിൽ കംപ്ലീറ്റ് കണ്ടോ. ഇന്നായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സാരി ഒന്നും എടുക്കില്ലായിരുന്നു. ഇന്നൊക്കെ ഭയങ്കര, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇടുന്ന സാരികളൊക്കെ കാണുന്നത് നല്ല ഭംഗിയല്ലേ. സിമ്പിളായിട്ടാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. ഇത്ര ഹെവി. അന്ന് നമ്മളെല്ലാവരോടും അഭിപ്രായം ചോദിച്ച് എല്ലാവരും ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ, അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പം അതിനനുസരിച്ച് എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ശരിക്കും എടുക്കേണ്ടതല്ലേ, നമ്മളെ കയ്യാണല്ലേ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനല്ലേ എടുക്കേണ്ടതല്ലേ. എന്നാലും എല്ലാവരോടും ചോദിക്കണം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സൽക്കാരത്തിൻ്റെ സാരി. എല്ലാം അങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ പറയണേ. ഓക്കെ, അപ്പം ഇതാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ മടക്കി വെക്കാം നിങ്ങളെ കാണിച്ചിട്ട്. ഇപ്പം മടക്കി വെക്കണ്ടേ, എന്നാലും നിങ്ങളെ കാണിക്കണല്ലോ അതെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൽക്കാരത്തിൻ്റെ സാരി. അതിൻ്റെ ബ്ലൗസ് കാണിച്ചിടാം. ഇതാണ് ബ്ലൗസ് കേട്ടോ. സോറി, ഇതാണ് ബ്ലൗസ്. അതിൻ്റെ ബ്ലൗസ് ഒക്കെ ഞാൻ ഈ കൈ ആട്ടോ വെച്ചത്. കുഞ്ഞി കൈയാണ് വെച്ചിട്ടുണ്ടായിരുന്നേ. സാറും നന്ദൂട്ടി ഉണ്ട് ഇവിടെ. അപ്പം ഈ ഒരു കയ്യാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലും ആ സൈഡിൽ കൂടെ അങ്ങനെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട്, കഴുത്തിന് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. വേറെ ഫ്രണ്ടിലൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ ചെണ്ട്, അത് കുഞ്ഞി ചെണ്ട് കേട്ടോ. കാരണം വലിയ അത്യാവശ്യം നല്ല വർക്കുള്ള സാരിനെ കൊണ്ട് ചെറിയൊരു ചെണ്ട്. എല്ലാ സാരിക്കും ഒരു ചെണ്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സൽക്കാരത്തിൻ്റെ സാരി വിത്ത് ബ്ലൗസ്. ഓക്കെ, എപ്പിടി ഇருக்கு നല്ല ഇരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. ഒരാളെ കാണിച്ചതേ, ഒരാളതാ നന്ദുക്കുട്ടി അമ്മേൻ്റെ സാരി കണ്ടോ? അമ്മേൻ്റെ സാരി കണ്ടോ? നീ എവിടെയായിരുന്നു? ഓക്കെ, അപ്പം നന്ദുട്ടി കളിക്കട്ടെ, ബാക്കി കൂടി കാണിച്ചു തരാം കേട്ടോ. വേഗം തീർക്കണം, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ സമ്മതിക്കില്ല. അപ്പം നമ്മുടെ സാരിയുടെ സെക്ഷൻ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. 3 സാരിയാണ് കല്യാണത്തിന് ഉണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ അന്നത്തത്, കല്യാണ തലേന്നത്ത്, പിന്നെ സൽക്കാരത്തിന് പോയപ്പോൾ 3 സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം, കല്യാണം കഴിഞ്ഞ വൈകുന്നേരം. അന്ന് ഞാൻ
എന്തോ ഭാഗ്യത്തിന് സാരി ആക്കിയില്ല. അന്ന് ഞാൻ ലെഹങ്ക ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല അന്ന് ലെഹങ്കയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ട്, പക്ഷെ അത്ര കോമൺ അല്ല. അപ്പൊ ഞാൻ ലെഹങ്കയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലെഹങ്ക കാണിച്ചുതരാം. ഇതാണ് ലെഹങ്കയുടെ കളർ. നല്ല അടിപൊളി കളറാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പോൾ കളർ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. ഇത്ര ഉണ്ടായിരുന്നു. ഇതാണ് ലെഹങ്കയുടെ ബ്ലൗസ്. അതിലിതാ ഈ ഒരു വർക്ക്, ഇങ്ങനത്തെ ഒരു വർക്കാണ് വരുന്നത്. ഇതിലിങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ബട്ടൺസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെണ്ട് കണ്ടോ, അങ്ങനത്തെ ചെണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, അങ്ങനത്തെ ചെണ്ടും കൊടുത്തിട്ടുണ്ട് അതിന്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ്. നല്ല കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കളറ്. ഓക്കെ, ഇനി അതിൻ്റെ ദുപ്പട്ട അതിൽ ഫുൾ ഗിൽച്ചാട്ടോ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ദുപ്പട്ടയായിരുന്നു ഫുൾ. അങ്ങനത്തെ നല്ല കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയിട്ടോ കളറ്. ദുപ്പട്ട അങ്ങനെ ഫുൾ ഇങ്ങനത്തെ മിറർ വരുന്നുണ്ട്. ലേസാണ് സൈഡിൽ കൂടെ. പിന്നെ ഇതാ ഈ ഒരു വർക്കും വെൽവെറ്റിൻ്റെതാട്ടോ. ഇതൊക്കെ വെൽവെറ്റാണ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ വർക്കും. അപ്പോൾ ഇതാണ് ലെഹങ്കേൻ്റെ ദുപ്പട്ട. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബാക്കി എല്ലാത്തിൻ്റെ ഫോട്ടോസ് തന്നെ സൈഡിൽ എവിടെയും കൊടുക്കാം കേട്ടോ. അന്നത്തെ എൻ്റെ ലുക്ക് കാണാമല്ലോ. അപ്പോൾ ഇനി എൻ്റെ സ്കേർട്ട് കാണിച്ചു തരാം കേട്ടോ. ലെഹങ്കേൻ്റെ സ്കേർട്ട് കാണിച്ചു തരാം. കുറച്ച് ഹെവി ആട്ടോ, അത്യാവശ്യം നല്ല. തുടക്കം എവിടെയോ ഒടുക്കം എവിടെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്കേർട്ട് വരുന്നത് കേട്ടോ. സ്കേർട്ട് ഇതാ ഇങ്ങനെ ഫുൾ ഇങ്ങനത്തെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ എല്ലാ ഡ്രസ്സിനും ഒരു മാങ്ങയുടെ ഡിസൈൻ വരുന്നുണ്ട്. സ്കേർട്ട് ഇവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷെ അടിയിലേക്ക് നല്ല ഹെവി സ്റ്റോൺ വർക്ക്സാണ് വരുന്നത്. കണ്ടോ, ഫുൾ വർക്കാണ് വരുന്നത്. ഇത്രയും കംപ്ലീറ്റ് ഇത്രയും വരുന്നത്. അത്ര ഫ്ലെയർ ആണ്, അത്യാവശ്യം ഫ്ലെയർ ആണ്. ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇങ്ങനെ വരുന്നു കേട്ടോ. അതാണ് നമ്മുടെ ലെഹങ്ക. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാട്ടോ. ഇതിലെനിക്ക് ഞാൻ വാങ്ങിയാലും എനിക്ക് അങ്ങനെ എല്ലാം ഒക്കെ ഫേവറേറ്റ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ കല്യാണ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണെങ്കിൽ ഇത്ര ഹെവി ആയിട്ടുള്ള വാങ്ങിക്കില്ലായിരുന്നു. കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതേ വാങ്ങിക്കുള്ളൂ. കുറച്ചുകൂടി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയതേ വാങ്ങിക്കുള്ളൂ. ഇതൊന്നും അധികം റീയൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒക്കെ നമുക്ക് പെട്ടി കൊണ്ടാക്കാം. ഇതൊന്നും താങ്ങൂല, അത്രയും വെയിറ്റ് ഒക്കെ ഉള്ളതിനെ കൊണ്ടാക്കും. കാരണം മാത്രമല്ല ഭയങ്കര ഓവറുമാണ്. ഇന്നായിരുന്നെങ്കിൽ ഇത്ര ഇതിലുള്ള ഞാൻ വാങ്ങിക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞത്. മാക്സിമം നമ്മൾ ഒരുപാട് ക്യാഷ് പൊട്ടിച്ചിട്ടുള്ള വാങ്ങുന്നതിനേക്കാളും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ല കേട്ടോ. അപ്പോൾ ഇനി കല്യാണമൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാരോടുള്ള ചെറിയൊരു മെസ്സേജാണ്. എനിക്ക് എന്തായാലും ഞാൻ ഇങ്ങനത്തെ അന്ന് എനിക്ക് അത്രക്കുള്ള ചിന്തിക്കാനുള്ളതില്ലായിരുന്നു. ഇപ്പം ആണെങ്കിൽ ഞാൻ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഒരുപാട് ക്യാഷ് ഡ്രസ്സിന് ഇതാക്കില്ലായിരുന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സിന് എനിക്ക് തോന്നുന്നു 9,000 സംതിങ്, 8,000 9,000 ആണ് ഈ ഒരു ലെഹങ്കക്ക് അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നായിരുന്നു ഞാൻ ഇത്രയ്ക്കുള്ള വാങ്ങിക്കില്ലായിരുന്നു. ഇപ്പോൾ റെൻ്റലിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ കല്യാണ സാരിയും കല്യാണത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡ്രസ്സും നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്കൊന്നും ഇഷ്ടപ്പെടാതിരിക്കാൻ തോന്നില്ലല്ലോ. പക്ഷെ ഞാനിപ്പം പറയുന്നത് കുറച്ചുകൂടി ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇത്ര റേറ്റിൻ്റെതും ഇത്ര എന്താ പറയുക ഹെവി ആയിട്ടുള്ളത് ഞാൻ എടുക്കില്ലായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ എടുക്കുകയുള്ളൂ. ഇപ്പോൾ റെൻ്റലിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉള്ളതിനെ കൊണ്ട് അതൊക്കെ ചൂസ് ചെയ്യേണ്ടാവുള്ളൂ. അന്ന് നമുക്ക് അതെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അല്ലേ നന്ദുട്ടി? അപ്പോൾ ഇപ്പം നന്ദുട്ടി അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അധികം ഒന്നും വീഡിയോ ഇനി എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ബാഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ, തീർന്നു, കാലിയായി. ഇനി ഇതെല്ലാം മടക്കി വെക്കണം. നിങ്ങളെ കാണിച്ചില്ല, ഇതൊക്കെ മടക്കി വെക്കണം അല്ലേ നന്ദുട്ടി? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ഫ്ലൈങ് കിസ് കൊടുക്ക്. ഒന്നിനും വാവ് ബൈ.